ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റോസി ജി ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ള ഒരു ചിക്കൻ ബോളുമായിട്ടാണ്. അതിന് വേണ്ടിയിട്ട് 500 ഗ്രാം ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. 1/2 ടേബിൾ സ്പൂൺ ഉപ്പ്, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി എല്ലാം കൂടെ മിക്സ് ചെയ്ത് അരമണിക്കൂർ മാരിനേറ്റ് ചെയ്ത ശേഷം ഇതിനെ വേവിച്ചെടുത്തിട്ടുണ്ട്. അത് കൈ കൊണ്ട് തന്നെയാണ് ഉടച്ചെടുക്കുന്നത്. കഴിക്കാൻ നേരം നമുക്കത് നല്ലതുപോലെ കടിക്കാൻ കിട്ടും. അതിന് വേണ്ടിയിട്ട് 2 ഉരുളക്കിഴങ്ങ് കുക്കറിലിട്ട് പുഴുങ്ങി ഉടച്ചെടുത്ത് മാറ്റി വെക്കാം. അതിനുശേഷം നമുക്കിതിൻ്റെ ഫില്ലിംഗ് ഉണ്ടാക്കാം. ഒരു പാനിൽ 3 സ്പൂൺ എണ്ണ ഒഴിച്ചതിന് ശേഷം 1 ടേബിൾ സ്പൂണ് വെളുത്തുള്ളി, 1 ടേബിൾ സ്പൂണ് പച്ചമുളക്, 1 ടേബിൾ സ്പൂണ് ഇഞ്ചി ഇതെല്ലാം അരിഞ്ഞ് നല്ലതുപോലൊന്ന് ഇളക്കി കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതും ഇളക്കി കൊടുത്തതിന് ശേഷം 1/2 കപ്പ് ഉള്ളി ചെറുതായി അരിഞ്ഞതിട്ട് ഇളക്കി കൊടുക്കാം. നമുക്കിതിന് വേണ്ടി ആവശ്യമായ 1/2 സ്പൂണ് ഉപ്പ് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. അത് ഇളക്കി കൊടുത്തതിന് ശേഷം 1 കപ്പ് ക്യാബേജ് പൊടിയായി അരിഞ്ഞത്, 1 കപ്പ് ക്യാരറ്റ് നല്ലതുപോലെ ഗ്രേറ്റ് ചെയ്തത് അതിനിട്ടതിന് ശേഷം ഇടിച്ച വറ്റൽമുളക് ഇട്ട് ഗരം മസാല ഇട്ട് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഈ പൊടിച്ചു വച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും ഇട്ട് കൊടുത്ത് ഇളക്കി യോജിപ്പിക്കണം. നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കണം. അതിനുശേഷം നമ്മൾ ഈ പൊടിച്ചു വച്ചിരിക്കുന്ന ചിക്കനും ഇട്ട് നല്ലതുപോലെ യോജിപ്പിച്ച് കൊടുക്കണം. ശകലം മല്ലിയിലയും ഇട്ട് കൊടുക്കുമ്പോൾ നമ്മളുടെ ഫില്ലിംഗ് ഇവിടെ റെഡിയായി. ഇതിനെ ഓരോ ഉരുളകളാക്കി ഉരുട്ടി മാറ്റിയെടുത്ത് വെക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ബ്രെഡ് ക്രംസ് ഉണ്ടാക്കാം. ഇവിടെ പച്ച ബ്രെഡാണ് ബ്രെഡ് ക്രംസിന് ഞാൻ എടുത്തിരിക്കുന്നത്. അതിനെ നല്ലതുപോലെ കട്ട് ചെയ്ത് മിക്സിയുടെ ചെറിയ ജാറിൽ ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നല്ലതുപോലെ ഇത് ഗ്രൈൻഡായി. ബ്രെഡ് ക്രംസ് ഇവിടെ നമ്മുടെ റെഡി ആയിട്ടുണ്ട്. അതിനെ എടുത്ത് മാറ്റി വെക്കാം. അതിനുശേഷം നമ്മൾ ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ വക്കെല്ലാം കട്ട് ചെയ്തതാണ്. ഒരു വെള്ളത്തിൽ മുക്കി അതിൻ്റെ വെള്ളം പിഴിഞ്ഞ് കളഞ്ഞതിന് ശേഷം ഈ ഉരുട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ്റെ ഫില്ലിങ് നമുക്കിതിനകത്തിൽ വെച്ചിട്ട് നല്ലതുപോലെ നല്ല ഒരു ഉരുളയാക്കി എടുക്കാം. നല്ലതുപോലെ ഉരുട്ടിയെടുക്കണം. അതിനുശേഷം ഈ ബ്രെഡ് ക്രംസിൽ നമുക്ക് 2 പ്രാവശ്യം ഒന്ന് നല്ലതുപോലെ മുക്കിക്കൊടുത്ത് നല്ല ഒരു ഉരുളയാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ ആ ഉരുളയും ഇവിടെ റെഡി ആയിരിക്കുന്നു. ഇനി നമുക്കിതിനെ എണ്ണയിൽ പൊരിച്ചെടുക്കണം. ഇതിന് ഒത്തിരി വേവൊന്നുമില്ല. പുറത്തെ ബ്രെഡ് മാത്രം വെന്താൽ മതിയല്ലോ. അകത്തെ ഫില്ലിംഗ് എല്ലാം വെന്തതാണല്ലോ. ഒത്തിരി വേവില്ല, പെട്ടെന്നാകുന്നതാണ്. നമ്മളിതെല്ലാം പൊരിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതിനെ ഒന്ന് പൊട്ടിച്ച് നോക്കാം ഇത് എങ്ങനെ ഉണ്ടെന്ന്. ഇപ്പം നല്ല ക്രിസ്പി ആയിരിക്കുന്നു. അകത്തെ ഫില്ലിങ് നമുക്ക് നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. വീണ്ടും ഒരു വീഡിയോയുമായിട്ട് വരും വരെ ബൈ.